വെറും 5 മിനിറ്റ് സമയം കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി വേണം നമുക്ക്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മാത്രം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യുക. ഒരു നല്ല തിക്കായിട്ടുള്ള ബാറ്റർ, നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കുന്ന പോലെയുള്ള ആ ഒരു രീതിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഭയങ്കര ലൂസാക്കി എടുക്കരുത്. നമ്മളുടെ മാവിനെ ആവശ്യത്തിന് നോക്കി കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നല്ല സൂപ്പറായിട്ടുള്ള മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കിക്കോളൂ. അപ്പോൾ ഇതാ ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബാറ്റർ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 5 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ ആ ബ്രെഡിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട്. ഇതേപോലെ ജസ്റ്റ് നടു കട്ട് ചെയ്താലും മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ചും കൂടിയും ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 5 സ്ലൈസ് ബ്രെഡും നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലത്തെ ഓരോ കഷ്ണങ്ങളും നമ്മളുടെ ഈ മാവിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പീസസ് ഇട്ടിട്ട് ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമ്മുടെ എണ്ണ ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ചൂടായതിന് ശേഷം നമ്മൾ ഓരോ പീസസ് നമ്മളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെറിയ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ എണ്ണയൊന്നും ഒട്ടും കുടിക്കുന്നുള്ള പേടി വേണ്ട, തീരെ എണ്ണ കുടിക്കില്ല. നമ്മൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. തിരിച്ചു മറിച്ചു വിട്ടിട്ട് കുറേ സമയമൊന്നും കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 3 to 4 മിനിറ്റ് സമയമൊക്കെ മതിയാവും ഒരു ബാച്ച് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളറുമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ മധുരം, ബ്രെഡിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മാത്രം ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ബ്രെഡിന് മധുരം ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ മധുരം ചേർത്തോളൂ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഈസി പീസി വെറൈറ്റി റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.